പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അതിനായി കർത്താവായ ഈശോ ഒരിക്കൽ കൂടി ഈ എളിയ ദാസനെ അനുഗ്രഹിച്ചതിനോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2-3 ദിവസം ഒരു യാത്രയിലായിരുന്നു. കുറച്ച് സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട യാത്രയായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സുകൾ മുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടതിൻ്റെ ക്ലാസ്സിൻ്റെ ബാക്കി നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനത്തെ ആസ്പദമാക്കി നാം പഠിക്കുകയായിരുന്നു. 3 ക്ലാസ്സോളം എന്താണ് നോഹയുടെ കാലവും ഈ കാലവും തമ്മിലുള്ള വ്യത്യാസം, ഇത് തമ്മിലുള്ള ആ ഡിഫറൻസ്, ആ വ്യത്യാസം, അതിൻ്റെ തമ്മിലുള്ള താരതമ്യ പഠനം അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ, എന്തൊക്കെ വൈരുദ്ധ്യങ്ങൾ അന്നത്തേതും ഇന്നത്തേതുമായിട്ടുണ്ട്, എന്തെല്ലാം സാമ്യങ്ങൾ അന്നത്തേതും ഈ കാലഘട്ടത്തുമുണ്ട്. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് ശേഷം നോഹയുടെ ദിനങ്ങൾ ഇപ്പോൾ വന്നാൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതിനെ പറ്റിയൊരു പഠനം തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ധാരാളം ആളുകൾ കാണുകയും കുറേയേറെ കമൻറ്റുകളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. നല്ല കമൻറ്റുകൾ, മോശം കമൻറ്റുകളെ പോലും ഞാൻ നല്ല കമൻറ്റുകളായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. കാരണം ഇതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് ചിലരുടെ സംശയം, നമ്മൾ സഭയെ ഇട്ടേച്ച് പോകുമ്പോൾ സഭയില്ലാതെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടോ, ഇനി സഭയെ വേണ്ട മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചില സംശയങ്ങൾ പൊതുവെ പലർക്കും കയറി കൂടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ മറുപടി തന്നിട്ടുള്ളതാണ്. സഭ നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ചും കൂദാശികളെ ആസ്പദമാക്കിയാണ്. കൂദാശികളാണ് തൂണുകൾ. ആ തൂണാണ് ആരെ താങ്ങി നിർത്തിയിരിക്കുന്നത്? കത്തോലിക്ക സഭയെ താങ്ങി നിർത്തിയിരിക്കുന്നത് 7 തൂണുകൾ. ഈ 140ഓളം അല്ലെങ്കിൽ 200 കോടിയോളം വരുന്ന ജനമാകുന്ന ഇത്രയും വലിയ ഈ ജനസമൂഹത്തെ 7 തൂണിലാണ് താങ്ങി നിർത്തിയിരിക്കുന്നത്. ആ 7 തൂണാണ് കൂദാശികൾ, അത് കൗദാശിക തലങ്ങൾ. ആ കൗദാശിക തലങ്ങളുടെ പിൻബലത്തിൽ അതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മശക്തി, ആ ആത്മശക്തിയുടെ വിശുദ്ധിയിൽ, ആ വിശുദ്ധിയുടെ ജ്ഞാനത്തിൽ, ആ ജ്ഞാനത്തിൻ്റെ ആത്മീയ നിറവും തികവും അനുഭവിച്ചുകൊണ്ട് അതിലാണ് സഭ അന്നും ഇന്നും തുടരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോനാഥൻ പറഞ്ഞൊരു വചനമുണ്ട്, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അപ്പോൾ ഈ കൂദാശികൾക്കെതിരെ ഒരു സാത്താൻ്റെ പദ്ധതിയും വിജയിക്കുകയില്ല. സഭയ്ക്കെതിരെയോ അല്ലെങ്കിൽ വൈദികർക്കെതിരെയോ മത്രമാർക്കെതിരെയോ ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് കമൻറ്റുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു വ്യക്തിത്വ സ്വഭാവത്തിലേക്ക് മാറും. എന്നാൽ കൗദാശിക തലത്തിലെ ഈ ആത്മശക്തി, ഈ ആത്മീയ തൂണ്, ഈ നെടുന്തൂണുകൾക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കൗദാശികതയിൽ നാം ആഴ്പ്പെടുകയും സഭയോടൊത്ത് സഭയുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യണം. തെറ്റുകൾ കണ്ടാൽ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, മാറി നിൽക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് അരിമത്യാക്കാരൻ ജോസഫിൻ്റെയും നിക്കോദമോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. അരിമത്യാക്കാരൻ ജോസഫ് എന്താണ് ചെയ്യുന്നതെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെടുത്ത് വായിച്ചുകൊണ്ട് സർപ്പത്തിൻ്റെ വിവേകവും പ്രാവിൻ്റെ നിഷ്കളങ്കതയും നമ്മളിൽ ഉണ്ടായിരിക്കണം. വിവേകം നമുക്കുണ്ടെങ്കിൽ സർപ്പം എന്താണ് ചെയ്യുന്നുള്ളതിനെ പറ്റി നമുക്കറിയാമോ. സർപ്പത്തിൻ്റെ സ്വഭാവം, സർപ്പത്തിങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരമായിരിക്കാൻ കർത്താവ് പറയണം. അങ്ങനെ നോഹയുടെ ദിനങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം നമ്മൾ കഴിഞ്ഞ് വീണ്ടും അതിൽ തന്നെ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അത് മുൻ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ച് സംസാരിച്ചെങ്കിലും ഇപ്രാവശ്യം ഒന്നും കൂടെ അതിനെ തൊട്ടു പോവുകയാണ്. കാരണം കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി ഗ്രാഹ്യമുള്ളവരായിരിക്കണം, കൂടുതൽ ജ്ഞാനമുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മക്കളും നമ്മളൊക്കെ അറിയാതെ അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ പറ്റുകയില്ല. അതുകൊണ്ട് അതിനകത്തും കൂടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. അവിടെ നമ്മൾ 2 കാര്യങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. നോഹ പെട്ടകത്തിലേക്കൊരു പ്രവേശിക്കലുണ്ട്. ഈ അധ്വാനങ്ങളെല്ലാം കഴിഞ്ഞ് ഈ വലിയ പെട്ടകം ഒരു ചെറിയ ഒരു വള്ളമൊന്നും അല്ല, ഒരു ചെറിയൊരു കപ്പൽ തന്നെയാണ് ആ പ്രിയപ്പെട്ട നമ്മുടെ നോഹ നിർമ്മിച്ചെടുത്തത്. എത്രയോ ദിവസങ്ങളെല്ലാം മാസങ്ങളുടെ തന്നെ അധ്വാനം അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ കാണുകയുണ്ടായി. വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് അതിനൊരു പക്ഷേ മക്കളുടെ മക്കളൊക്കെ കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്രയും കൂടിയിട്ടുണ്ടാകാനും സാധ്യതയുള്ളൂ. കാരണം ഈ പെട്ടകമൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു കഴിയുമ്പോൾ അയൽപക്കത്തുള്ളവരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ വന്നിത് കാണുകയും ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവം വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് അതിനകത്ത് കയറി ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ
ഉണ്ടാക്കാനൊക്കെ കൂടിയിട്ടുണ്ടാവും. പക്ഷേ അവർ വാസ്തവത്തിൽ എന്നാൽ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നാൽ നോഹയുടെ കൂടെ കയറിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കയറാൻ വന്നില്ല. കാരണം കൂട്ടത്തിൽ നിന്നിട്ട് അവർ ഒന്ന് ചെയ്തിട്ടുണ്ട്, നല്ലവണ്ണം ഒന്ന് കളിയാക്കിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് എൻ്റെ നോഹ നിനക്ക് വട്ടാണോ, നിനക്ക് നീ എന്ത് വിട്ടിത്താണ് ഈ കാണിക്കുന്നത്, ഇത്രയും വലിയ കപ്പൽ പോലത്തെ സാധനം ഉണ്ടാക്കി വെള്ളപ്പൊക്കം വരുമ്പോൾ എന്ന് പറഞ്ഞ് നല്ലവണ്ണം കളിയാക്കിയിട്ടുണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഈ ഉണ്ടാക്കാൻ സഹായിച്ച പലരും പിന്നീട് വന്നവരുടെ കൂട്ടത്തിൽ ഈ നോഹയുടെ പട്ടണത്തിൽ പ്രവേശിക്കാതിരുന്നത് ഞാൻ മനസ്സിൽ കാണുകയാണ്. എന്നാൽ അത് ഉണ്ടാക്കാൻ സഹായിച്ച ആ ഭാര്യയും മക്കളും ഒന്നാലോചിച്ച് നോക്കി. അപ്പോൾ ഇദ്ദേഹത്തിന് തലയ്ക്ക് വെളിവില്ലാതെ ചെയ്യുന്നതല്ല എന്നും, ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്ത്, ഇത്രമാത്രം ചിന്തിച്ച്, ഇത്രമാത്രം പഠിച്ച്, ഇത്രമാത്രം അധ്വാനിച്ച്, മെനക്കെട്ട്, ദിവസങ്ങളെടുത്ത് കഠിനാധ്വാനം ചെയ്ത് ഈ വസ്തുതയെ, ഈ സംഭവത്തെ നിർമ്മിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ദൈവജ്ഞാനം അദ്ദേഹത്തിന് കിട്ടിയിരിക്കാം. എന്തെങ്കിലും ദർശനങ്ങളോ വരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവുകളോ ഒരു ദൈവിക സാന്നിധ്യത്തെ അദ്ദേഹം അനുഭവിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ഭാര്യയ്ക്കും മക്കൾക്കും തോന്നിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഗോഫർ മരം വെട്ടിക്കൊണ്ടിരുന്നു, അത് അറുത്ത് മുറിച്ച് അതിൻ്റെ ആകൃതികളൊക്കെ ഉണ്ടാക്കി കൂട്ടി യോജിപ്പിച്ച് ചെയ്യുമ്പം അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രിയപ്പെട്ടവരെ, അദ്ദേഹം സർവശക്തനായ ദൈവത്തോട് നല്ലവണ്ണം പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടങ്ങൾ ഞാൻ മനസ്സിൽ കാണുന്നത്, അദ്ദേഹം പ്രഭാതത്തിൽ എണീക്കുന്നു, അദ്ദേഹം സർവശക്തനായ ദൈവത്തെ മുട്ടുകുത്തി ആരാധിക്കുന്നു, കാര്യങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആബാ പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിളിച്ചിട്ടുണ്ടാവണം. അദ്ദേഹം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം, കാര്യങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം. അദ്ദേഹം അതിനുവേണ്ടി നോമ്പും പ്രാർത്ഥനയും എടുത്തിട്ടുണ്ടാവണം. അതിനെ ഓർത്തിട്ട്, ഈ അധ്വാനത്തെ ഓർത്ത്, ഈ പെട്ടകമുണ്ടാക്കുന്നതിനെ ഓർത്ത് അദ്ദേഹം ഉപവാസവും പ്രാർത്ഥനയും എടുത്തിട്ടുണ്ടാവും. മക്കളോടൊക്കെ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമായിരിക്കും. മക്കളോടും ഭാര്യയോടൊക്കെ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രമായിരിക്കും. അല്ലെ ദൈവം ഇങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കാരണം തിന്മ അത്രമാത്രം പെരുകിയിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം തൻ്റെ ആ ഭാര്യയോടും മക്കളോടും പറഞ്ഞിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഈ പെട്ടകവും ഈ നോഹയുടെ പേടകവും ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്ക് പുറത്തുള്ള സ്ഥലങ്ങൾ, ആ കാലഘട്ടത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള തിന്മ അദ്ദേഹത്തെ നല്ലവണ്ണം സ്വാധീനിക്കുകയും അദ്ദേഹം അത് കണ്ട് മനസ്സിലാക്കുകയും ദൈവത്തിനു മുമ്പിൽ അദ്ദേഹം അവർക്ക് വേണ്ടി മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് അത്രമാത്രം ശാരീരികവും മാനസികവും ആത്മീയമായ ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് സ്വാഭാവികമായും നോഹ ഈ പട്ടം പണിത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അതേപോലെ തന്നെയാണ് നമ്മളും ഈ കാലത്ത് വേണ്ടത് പറയാനാണ് ഞാൻ നിങ്ങളുടെ അത്രമാത്രം പറഞ്ഞത്. ഒരു പെട്ടകം നിർമ്മിച്ച് അതിനകത്തുള്ളിൽ കയറിയിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ വിശ്വാസത്തെ ബലപ്പെടുത്തണം, വിശുദ്ധിയെ ശക്തിപ്പെടുത്തണം, പരിശുദ്ധാത്മാവിനെ നമ്മൾ ആവഹിക്കണം, ജ്ഞാനത്തിൻ്റെ വരം കൊണ്ട് നിറയണം, വരദാനങ്ങളും ഫലങ്ങളും നമുക്ക് വേണം. രോഗിയെ കണ്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനാഥരും ദരിദ്രരും വിധവകളെ കണ്ടാൽ നമ്മൾ കരളലിയണം, അവർക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യണം. ഈശോയുടെ ദൈവത്തിൻ്റെ വചനം ചെല്ലാത്ത സ്ഥലങ്ങളിലാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ സുവിശേഷം കൊടുക്കണം, യേശുവിനെക്കുറിച്ച് അവരോട് പറയണം, യേശുവിൻ്റെ വരവുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. വിശ്വാസവും ജ്ഞാനവും ഇല്ലാത്ത ഒരുപറ്റ ജനമാണ് മുമ്പിലിരിക്കുന്നതെങ്കിൽ പോലും അതൊന്നും നമ്മൾ നോക്കണ്ട, ദൈവത്തിൻ്റെ വരവ് ആഗതമാണ്, സർവശക്തനായ ദൈവത്തിൻ്റെ ഇടപെടൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് അന്ന് നോഹ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടാവും, വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് എനിക്ക് ദൈവത്തിൽ നിന്ന് ദർശനം കിട്ടിയിട്ടുണ്ട്, ദൈവത്തിന് ജ്ഞാനം കിട്ടിയിട്ടുണ്ട്, എന്നെ രാത്രി ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്, എന്നോട് ദൈവം സംസാരിക്കാൻ കേൾക്കാറുണ്ട്. അതൊക്കെ അദ്ദേഹം പറയുമ്പോൾ കേട്ട ജനം പറഞ്ഞു ലേശം പിരി കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലാതെ നോഹയെ വിശ്വസിക്കാൻ, നോഹയെ അംഗീകരിക്കാൻ, നോഹയൊന്ന് ഉൾക്കൊള്ളാൻ അവർക്ക് തയ്യാറില്ലായിരുന്നു. അവരുടെ ഹൃദയം അത്രമാത്രം കഠിനവും മന്ദീഭൂതവുമായിരുന്നു. അതിൻ്റെ കാരണം ആ തിന്മയോട് ഒരു അനുഭവമോ, തിന്മയോടൊരു സാദൃശ്യമോ, തിന്മയെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മയോ, അല്ലെങ്കിൽ ആ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണമോ ചിന്തയൊന്നും ഇല്ലാത്തൊരു പറ്റം ജനമായിരിക്കണം. സ്വാഭാവികമായും അതുണ്ടായിരുന്നു, നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് കർത്താവിന് നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ഇതെല്ലാം നിർമ്മിച്ച് വെച്ച് അതിനുള്ളിലേക്ക് പ്രവേശിക്കണം. അത് സ്വാഭാവികമെന്ന് ആലോചിക്കുക. എത്രയോ ദിവസങ്ങൾ ആ ഒരു കൂടാരത്തിനുള്ളിൽ ആ മനുഷ്യനും ഭാര്യയും മക്കളും ജീവിച്ചു. ആ കാലഘട്ടം അത്രയും അദ്ദേഹം എത്രമാത്രം, പ്രത്യേകിച്ചും ഈ നോഹയുടെ പെട്ടകം ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ കഠിനാധ്വാനം ചെയ്തതിനേക്കാൾ കഠിനാധ്വാനം, അതിനേക്കാൾ കൂടുതൽ ഒരുക്കം. കാരണം അദ്ദേഹം കിളിവാതിലൂടെ നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്? വലിയ വെള്ളപ്പൊക്കമാണ്. തൻ്റെ പെട്ടകം ഇങ്ങനെ ഉയർന്നുയർന്ന് മേലേക്ക് പൊന്നുന്നത് ഇദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്.
എവിടെ നോക്കിയാലും പർവ്വതങ്ങളോ സമതലങ്ങളോ ഭൂമിയുടെ ഒരു ഭാഗമോ കാണാനില്ല. എല്ലാം അതികഠിനമായ വെള്ളം, കടൽ പോലെ, എവിടെയും കടൽ. അപ്പോൾ അദ്ദേഹം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ജ്വലനത്തോടെ, കൂടുതൽ മഹത്വത്തിൽ ദൈവമഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുട്ടിന്മേൽ നിന്ന് കണ്ണുകളടച്ച് കരങ്ങൾ വിരിച്ചു പിടിച്ച് തൻ്റെ പ്രിയപ്പെട്ട സർവശക്തനായ ദൈവത്തെ, സ്വർഗീയ അപ്പ, ഞങ്ങൾക്ക് ജന്മം തന്ന സ്വർഗീയ അപ്പ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തീർച്ചയായും ഈ മുട്ടിന്മേൽ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേടകത്തിനുള്ളിലും പ്രാർത്ഥിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അല്പം നാമമാത്രമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം, അല്പം മാത്രം വെള്ളം കുടിച്ചിട്ടുണ്ടാവാം. നമുക്കറിയാം, അന്നത്തെ കാലത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ തൊട്ടികളോ പ്ലാസ്റ്റിക്കിൻ്റെ സംവിധാനങ്ങളോ അല്ലെങ്കിൽ വലിയ ചെമ്പിൻ്റെയോ അലുമിനിയം പാത്രങ്ങളുടെയോ സ്റ്റീൽ പാത്രങ്ങളൊന്നും വന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും വെള്ളം ഇതിനകത്ത് നിറച്ചു വെക്കണമെങ്കിൽ തോൽക്കുടങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ തോല് ഉരിഞ്ഞെടുത്തിട്ട് വലിയ വീപ്പ പോലെ ഉണ്ടാക്കി അതിങ്ങനെ ഒരു തടാകം പോലെ ഉണ്ടാക്കി അതിനകത്തൊക്കെ വെള്ളം കോരി നിറച്ച് എത്രമാത്രം അദ്ദേഹം ഈ 40 ദിവസക്കാലം മഴ പെയ്തപ്പോൾ പിന്നീട് 150 ദിവസം വെള്ളപ്പൊക്കം നീണ്ടു നിന്നു. അത്രയും കാലഘട്ടങ്ങൾ പിന്നിട്ട് പോകാൻ അദ്ദേഹം എത്രമാത്രം പ്രാർത്ഥനാനിരതനായിരുന്നു. ആ പേടകത്തിൽ എത്രമാത്രം ദിവസങ്ങൾ ധ്യാന നിമിത്തമായിരുന്നു. എത്രയോ ദിവസങ്ങൾ ആഹാരത്തിൻ്റെ അളവ് കുറിച്ച് അദ്ദേഹം ദൈവമായിട്ടൊരു സമ്പർക്കം, ദൈവസ്വരം ശ്രവിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ഞങ്ങളെ സംരക്ഷിക്കണമേ, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ കാത്തുണ്ടമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്രമാത്രം ജ്വലിക്കുന്ന ഒരു ഹൃദയത്തോടുകൂടിയായിരിക്കും ആ മനുഷ്യൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. ആ പ്രാർത്ഥനയുടെ തീഷ്ണത കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ പേടകം വളരെ സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ കർത്താവ് നോഹ അങ്ങോട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും നോഹ പട്ടണത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലത നശിപ്പിക്കുന്നത് വരെ. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ്, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് തിരഞ്ഞെടുത്ത ചില വ്യക്തികൾ, തിരഞ്ഞെടുത്ത കുറേ ആളുകൾ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. എല്ലാ ഭാഗത്തും, ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും, എല്ലാ ജനസമൂഹ വിഭാഗങ്ങളിൽപ്പെട്ടവരിലും ദൈവത്താൽ യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറേയേറെ ആളുണ്ട്. അവർ ഇതിൽ പ്രവേശിക്കുന്ന സമയത്ത് പ്രവേശിക്കുന്നത് വരെ ഈ സംഭവങ്ങളൊന്നും ജനം അറിഞ്ഞിട്ടേയില്ല. അവരൊന്നും അറിഞ്ഞിട്ടേയില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. നോഹപടത്തിൽ പ്രവേശിക്കും ജലപ്രളയം വന്ന് സകലം നശിപ്പിക്കുന്നത് വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോകുന്നു. അവിടെ എന്താണ് പ്രിയ സഹോദരങ്ങളെ അറിയാതിരുന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആഗമനത്തെക്കുറിച്ച് അവരറിയാതിരുന്നതെന്ന് വ്യക്തമായിട്ട് കർത്താവ് ഇതിനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ചിലപ്പോൾ തിന്നും കുടിച്ചും ചെയ്യുന്നത് വരെ അവർ അറിഞ്ഞില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു വചനത്തെക്കുറിച്ച് നമുക്ക് തൊട്ട് നോക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അത് 28-ാം വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ലോത്തിൻ്റെ നാളുകളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും മനുഷ്യപുത്ര ദിവസങ്ങളിലും. അപ്പം ലോത്ത് എന്ന് പറയുന്ന ലോത്തിൻ്റെ വീണ്ടും അവിടുന്ന് ഒരു 1000 വർഷം ഇങ്ങോട്ട് പോകുന്നപ്പോഴാണ് ലോത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ 2000 വർഷം പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട് 2000 വർഷം കഴിഞ്ഞപ്പോൾ ലോത്തിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത് നോഹയുടെ ദിനങ്ങളിലും ആ കാലഘട്ടത്തിൽ സംഭവിച്ച അതേ തിന്മ വീണ്ടും വളർന്ന് ലോത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവിടെയും സംഭവിച്ചെന്താണ്? ഈ തിന്മ. എന്നിട്ടും ഈ സംഭവങ്ങളൊന്നും ആരും അറിഞ്ഞില്ല. നാശം വരുമെന്നും ദൈവം ഇടപെടുമെന്നും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്നും തിന്മയുള്ളിടത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ അഗ്നി ഇറക്കുമെന്നും തിന്മയുള്ള സ്ഥലങ്ങളെയും പ്രദേശങ്ങളെയും വ്യക്തികളെയും ദൈവം കത്തിച്ചു കളയുമെന്നും അന്ന് ജനം വിശ്വസിക്കാതിരുന്ന പോലെ തന്നെ ആണ് ഇന്നും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഉണ്ട് എന്നും യേശുക്രിസ്തു ഉടൻ തന്നെ ഭൂമിയിലേക്ക് ആഗതനാകുമെന്നും ആ കാലഘട്ടത്തിൽ ഉള്ള ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്ന എല്ലാ വിശ്വാസരാഹിത്യത്തിൻ്റെയും കാരണമെന്നും വിശ്വാസവും വിശുദ്ധിയും ജ്ഞാനവും വിവേകവും സത്യസന്ധതയും നീതിബോധവും നഷ്ടപ്പെട്ട ഒരു വിഭാഗം ജനമാണ് ഇന്ന് താമസിക്കുന്നതെന്നും ഇന്നും നമ്മൾ ലോകം തിരിച്ചറിയാതെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ഒരേ ഒരു കാര്യം നമുക്ക് ഇപ്രകാരമാണ്: ഇതാ തൊട്ടു പിന്നാലെ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഉണ്ട് എന്നും അതിനു മുമ്പുള്ള യുദ്ധങ്ങളിൽ ഈ ലോകം എന്നേക്കുമായിട്ട് നശിപ്പിക്കുമെന്നും കർത്താവ് അത് അഗ്നി കൊണ്ട് ഭൂമിയെ കഴുകുമെന്നും നമുക്കിന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്യുന്നവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. നോഹപട്ടണത്തിൽ പ്രവേശിക്കുന്നവരെ അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ
പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചേ പോകുന്നുള്ളൂ. അതായത് എന്താണ് തിന്നിയും കുടിക്കുകയും. നമുക്കറിയാം ആ നോഹയും ഭാര്യയും മക്കളും പെട്ടകത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ മൃഗങ്ങളും അവിടുത്തെ മനുഷ്യരും അല്പം ആഹാരം കഴിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. ആ ഭക്ഷണത്തിന് കുടിക്കലും ഭക്ഷണം കഴിച്ചിട്ട് അല്പം കിഴങ്ങ് വർഗ്ഗങ്ങളോ ഒക്കെ എടുത്ത് തീയിലിട്ട് ചുട്ടോ പുഴുങ്ങിയോ ഒക്കെ കഴിച്ചതിന് ശേഷം അല്പം വെള്ളം കുടിച്ചിരുന്നു. എന്നാൽ അതേ കാലഘട്ടത്തിൽ നടന്ന തിന്മയുടെ അളവ് വർദ്ധിച്ചപ്പോൾ ലോത്തിൻ്റെ നാളുകളിൽ സോദോം ഗോമോറയിൽ സംഭവിച്ചത് സ്വർഗ്ഗഭോഗവും അതോടനുബന്ധിച്ച ലൈംഗിക മ്ലേച്ഛതകൾ നിറഞ്ഞ തിന്മയായിരുന്നു എങ്കിൽ ഇന്ന് നമുക്കറിയാം അതേ തിന്മയുടെ ദുരാത്മാക്കൾ ഇന്ന് വന്നിട്ട് അതേപോലെ അത് സ്വർഗ്ഗ വിവാഹമെന്ന് പേര് കൊടുത്തുകൊണ്ട് വീണ്ടും ഈ തിന്മ ലോകത്ത് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ കല്യാണം കഴിച്ചാൽ എന്താണ് തിന്നേണ്ടത്, എന്താണ് കുടിക്കേണ്ടത്, അത് നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി. അത് ഞാൻ പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. അതേ തിന്മ, ഈ തീറ്റയും കുടിയും ദൈവിക വിശുദ്ധിക്ക് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ആഗമനത്തിൽ ഉണ്ടാകുന്ന ഭൂമിയുടെ നാശത്തെ ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് തിന്മയുടെ ദുരാത്മാക്കൾ നമ്മളിലുണ്ടെങ്കിൽ ഇതിൻ്റെ ശരിയായ റിയാലിറ്റിയെ, സത്യസന്ധതയെ, നീതിയെ, ദൈവത്തിൻ്റെ ഇടപെടലുകളെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതിപ്പം ലോകത്തിൻ്റെ നാളിൽ സംഭവിച്ച സ്വർഗ്ഗഭോഗം മാത്രമല്ല അതോടനുബന്ധിച്ച് വരുന്ന ഡാൻസുകൾ, പാട്ടുകൾ, ആഘോഷങ്ങൾ, ബാൻഡ് മേളങ്ങൾ, ചെണ്ടമേളങ്ങൾ, എല്ലാവിധ മേളങ്ങളും, രാത്രി നൃത്തങ്ങൾ, വലിയ നിശാനൃത്തങ്ങൾ, വലിയ ടീ പാർട്ടികൾ, വലിയ രാഷ്ട്രീയ സമ്മേളനങ്ങൾ, അങ്ങനെ എല്ലാവിധ ആഘോഷങ്ങളും, എല്ലാവിധ ഭൂമിയും ലോകം അതിലെ ആഘോഷമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ആത്മാവിങ്ങനെ വ്യാപരിക്കുമ്പോൾ സ്വാഭാവികമായും ദൈവിക ഇടപെടലുകളെ, ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണത്തെ, ദൈവശക്തിയുടെ വരവിനെ, ദൈവജ്ഞാനത്തെ, ദൈവം എപ്പോഴാണ് ഇടപെടുന്നത്, യേശുവിൻ്റെ രണ്ടാമത്തെ വരെ എപ്പോഴാണെന്ന് ഗ്രഹിക്കുക അസാധ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ വ്യക്തമാക്കി, അവർ തിന്നുകയും കുടിക്കുകയും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. വിവാഹം ചെയ്തു കൊടുത്തും അത് നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കറിയാം ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് ലോകത്തുണ്ടെന്നറിയാം. സ്വന്തം ഭാര്യ ഡൈവോഴ്സ് ചെയ്തോ ഉപേക്ഷിക്കാതെ ചെയ്തിട്ട് തന്നെ സ്വന്തം ഭാര്യ അല്ല സ്വന്തം ഭർത്താവ് നിലനിൽക്കെ തന്നെ അന്യ പുരുഷന്മാരുടെ കൂടെ പോയി വിവാഹം കഴിച്ചതുപോലെ തന്നെ ജീവിക്കുന്നതിനെയാണ് കർത്താവ് എന്താണ് പറഞ്ഞത്? വിവാഹം ചെയ്തു കൊടുത്തും. അത് ആ കാലഘട്ടത്തെക്കാൾ പൈശാചി ശക്തിയുടെ തിന്മയുടെ ആവസിക്കലാണ് ഈ കാലഘട്ടത്തിലുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ആ കാലഘട്ടത്തിൽ ഇത്രമാത്രം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നതിന് പുതിയ പേര് തന്നെ കൊണ്ടിരിക്കുന്നു. അന്ന് വിവാഹം കഴിച്ചവർ തന്നെ വളരെ രഹസ്യമായിട്ടായിരുന്നു വ്യഭിചാരമൊക്കെ ചെയ്തെങ്കിൽ ഇന്ന് ലിവിങ് ടുഗദർ എന്ന പേരിട്ടത് പബ്ലിക്കാക്കുകയാണ്, അത് തുറന്നു കാണിക്കുകയാണ്, അത് മഹത്വവൽക്കരിക്കുകയാണ്. ആ ഒരു വ്യത്യാസം കൂടെ ഇന്നുണ്ട്. അപ്പോൾ വിവാഹം ചെയ്തു കൊടുത്തും. അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കണം മറ്റുള്ളവരോട്. സ്വർഗ്ഗഭോഗം നമുക്കറിയാം, ഇന്ത്യൻ പാർലമെൻറ്റിലൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലും സ്വർഗ്ഗഭോഗം വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യുകയാണ്, അംഗീകരിച്ചു കൊടുക്കുകയാണ്, സമൂഹം രാഷ്ട്രം അംഗീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ലിവിങ് ടുഗദർ അതൊരു ഫാഷനായിട്ട് മാറുകയാണ്. അതൊരു തിന്മയാണെന്ന് പോലും ചിന്തിക്കുന്നില്ല, തെറ്റാണെന്ന് പോലും. ദൈവത്തിനു മുമ്പിൽ ഇത് തെറ്റാണെന്ന് ബോധ്യമില്ലാതെ മറ്റു രീതി ചിന്തിക്കുന്നതിനാണ് കർത്താവ് അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു. വിവാഹം എന്ന ആ പരിശുദ്ധ സംവിധാനത്തെ, ആ ദൈവമഹത്വ പ്രക്രിയയെ, അത് കൗദാശിക തലങ്ങളുടെ ആഴങ്ങളെ, ദൈവം ഒരുക്കി വെച്ച കുടുംബ സംവിധാനത്തെ, സർവശക്തനായ ദൈവത്തിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടേണ്ട ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ അതിനു പകരം മറ്റ് മാർഗങ്ങളിൽ കൂടെ ഒക്കെ കുഞ്ഞുങ്ങളെയോ വിവാഹത്തെയോ ഉൽപ്പാദിപ്പിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യുന്നതിനെയാണ് കർത്താവ് അവർ വിവാഹം ചെയ്തു കൊടുത്തും അവർ തിന്നും കുടിച്ചും കഴിഞ്ഞു പോന്നു. അപ്പോൾ കർത്താവിൻ്റെ വരവിനെപ്പറ്റി ചിന്തിക്കുവാൻ അവരുടെ തലമണ്ടയ്ക്ക് വെളിവില്ലാതെ പോയി. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ വലിയ നാശം അത് ഇങ്ങനെ ചെയ്യുന്നവരുടെ തലയിൽ പതിക്കുമെന്ന് കർത്താവ് ഭൂമി മുഴുവനും സർവശക്തനായ ദൈവം അഗ്നി കൊണ്ട് കത്തിക്കുമെന്നുള്ളത് വ്യക്തമായിട്ട് എത്രയോ സ്ഥലങ്ങളിൽ, ഏശയ്യാ പ്രവാചകൻ മുതൽ യെരമ്യാ മുതൽ എസെക്കിയേൽ പ്രവാചകൻ മുതൽ അവിടെ നിന്ന് പോയിരുന്ന ഹബക്കൂക്ക് പ്രവാചകൻ, നാഹൂം പ്രവാചകന്റെ പുസ്തകം, സക്കറിയ പ്രവാചകന്റെ പുസ്തകം, യേശു ക്രിസ്തു, അത് കഴിഞ്ഞ് 2 പത്രോസ്, അതും കഴിഞ്ഞ് വെളിപാട്, ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പ്രവാചകന്മാരിലൂടെ പടിപടിയായി എല്ലാ പ്രവാചകന്മാരും സർവശക്തനായ യേശു വ്യക്തമായിട്ട്, യേശുനാഥൻ എന്ന ദൈവം, യേശു ക്രിസ്തു എന്ന ദൈവം തന്നെ വ്യക്തമായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും മാർക്കോസിൻ്റെ സുവിശേഷത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. സുവിശേഷത്തിൽ കൂടാതെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ സർവശക്തനായ ത്രിത്വം തന്നെ എഴുതി വെച്ച
വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അപ്പം ഇങ്ങോട്ട് എത്തിയിട്ടും അടുത്തടുത്ത് വന്നിട്ടും പ്രിയപ്പെട്ടവരെ ഇതൊന്നും ആരും വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ അതൊക്കെ ഒരു ആഭാസമാണെന്നോ ഏതോ ബുദ്ധിശൂന്യന് തോന്നിയ ചിന്തകളാണെന്നോ പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുമ്പോൾ കർത്താവ് പറയാണ്, അവർ നോഹയുടെ ദിനങ്ങളിൽ പോലെ ആയിരിക്കും. മനുഷ്യപുത്ര ദിവസങ്ങളിലും നോഹ പട്ടണത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലയും നശിപ്പിക്കുകയും ചെയ്യുന്നു വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും കൊടുത്തും കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അന്ന് ജലപ്രളയമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് അണുബോംബുകളൊന്നുമില്ല, അത് ദൈവിക ശിക്ഷയാണ്, ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു ചിന്ത മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ആണവ ബോംബുകളും അതിനു പറ്റിയ യുദ്ധ സംവിധാനങ്ങളും എല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ തെളിവും മനുഷ്യന് മുമ്പിൽ ആ തെളിവ് സഹിതം കണ്ടിട്ടും ഇന്നത്തെ മനുഷ്യന് അങ്ങനെ ദൈവത്തിൻ്റെ ഒരു വരവ് ഉണ്ടാവുകയില്ല, അങ്ങനെ ആ ദൈവത്തിൻ്റെ വരവിനെ പറ്റി അത്ര പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന ചിന്തയാണ് അവരെ നയിക്കുന്നതെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ എത്തിപ്പെടൽ ഉടൻ തന്നെ എത്തും. ഉടൻ തന്നെ യേശുവിൻ്റെ വരവ്. സഭാന്റെ പുസ്തകം കർത്താവ് പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദിനം അതിവേഗം വരുന്നു എന്ന് കർത്താവ് പറഞ്ഞിരുന്നു. സർവശക്തൻ എഴുതി വെച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം പറഞ്ഞത്, മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. അതുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ പലപ്പോഴും പറയുന്നത്, സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം എല്ലാം സർവശക്തനായ ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൂതൻ തൻ്റെ 6ാമത്തെ കാഹളം ഒഴുകി, അപ്പോൾ ദൂതൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന പാത്രം സൂര്യനിലേക്ക് ഒഴിച്ചു എഴുതിയിട്ടുണ്ട് കാഹളത്തിൻ്റെ പുസ്തകത്തിൽ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ. അപ്പോൾ സൂര്യൻ അന്ധകാരമായി പോയി. എന്നേക്കുമായിട്ട് ഇത്രയോ വർഷങ്ങളായിട്ട്, ഇത്ര യുഗാന്തങ്ങളായിട്ട് കത്തി ജ്വലിച്ചുകൊണ്ടിരുന്ന സൂര്യൻ എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകുന്ന മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ സംഭവം നടക്കാൻ കേവലം ചുരുങ്ങിയ വർഷങ്ങൾ മാത്രം മുമ്പിലിരിക്കുമ്പോഴും നമുക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തയും വേണ്ട. അങ്ങനെ ഒരു ചിന്ത തെറ്റാണെന്ന് ധരിച്ചുകൊണ്ട് ഇന്നും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ലോകം നിലനിൽക്കുമ്പോൾ ഇതാ സർവശക്തനായ ദൈവത്തിൻ്റെ വരവ് ഉടനുണ്ടെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധി ഇനിയെങ്കിലും പ്രവർത്തിക്കുമാറാട്ടെ. അതിനായി സർവശക്തനായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ എല്ലാ തിരുവചനങ്ങളും നമ്മെ ശക്തീകരിക്കുമാറാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ വിവേകവും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആ വിശുദ്ധിയുടെയും ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും ഒരു അഗ്നിസ്ഫുല്ലിംഗമായി നമ്മളിൽ വസിക്കാൻ ഇടവരട്ടെ. അതിനായി സർവശക്തനായ യേശു ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.